ഒരേ ക്യാരക്ടേഴ്സ് തന്നെ പലതായിട്ട് വന്ന് ഇരിക്കുന്ന പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എവിടെയാണ്, ഇതിപ്പോൾ എന്താണ്, ഇത് തമ്മിലുള്ള ലിങ്ക് എന്താണ്. അതൊരു ഡയറക്ടർ, ഒരു റൈറ്ററെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു പോയിന്റാണ്. അതായത് ഇരിക്കുന്ന പ്രേക്ഷകനെ കൂടെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. അപ്പം പിന്നെ ചിലപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ടിക്കറ്റ് എടുത്ത സിനിമ കാണേണ്ടി വരുമായിരിക്കും, അങ്ങനെ എന്താണ് അറിയാനായിട്ട്. അപ്പം സംഭവത്തിനകത്തും അതേപോലെ തന്നെ ഇപ്പം അധ്യായം 1 അധ്യായം 2 ഒരു ഇതിട്ടൊരു സഡനായിട്ട് നിർത്തുമായിരുന്നു ഇനി എന്താണെന്നുള്ളത്. ശരിക്കും ഓൾറെഡി അതെല്ലാം സെറ്റാണോ അധ്യായം 2 ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രേക്ഷകൻ ഇങ്ങനെ എൻഗേജ് ആയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കണം എന്നുള്ളത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു സിനിമ കണ്ടു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് നേരത്തെയെങ്കിലും ആ സിനിമയെ പറ്റി ആൾക്കാരൊന്ന് തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ സംസാരിക്കണം. അങ്ങനെയുള്ള സിനിമകൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹൈ തരാറുണ്ട് അങ്ങനത്തെ സിനിമകൾ. ബ്രോ പറഞ്ഞതുപോലെ ഡാർക്ക് സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. അതുപോലെ ലോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഷോർട്ട് ഫിലിമിലാണെങ്കിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും ഉണ്ട്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻസ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ജസ്റ്റ് കണ്ട് കഴിഞ്ഞ് അവിടെ വിട്ടിട്ട് പോകുന്ന സിനിമകളല്ലാതെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമകൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ആക്ച്വലി. സെക്കൻഡ് പാർട്ടിൻ്റെ റൈറ്റിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റിലോട്ടായിട്ടില്ല. ഐഡിയാസ് ആണ് ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകനിലേക്ക് കണക്റ്റ് ആവും എന്നുള്ളത് ഇപ്പോഴും ആക്ടറിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചിങ് ആണ്. അപ്പം ഇങ്ങനൊരു സ്റ്റോറി, ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ഇത്? ഒരു ചലഞ്ചിങ് ആയിരിക്കും ഒരേ സമയത്ത് ഇത് ചെയ്യാന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അപ്പം എത്രത്തോളം എൻ്റെ കഥാപാത്രം ഇനി ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം ആയിരിക്കണം പ്രേക്ഷകരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യമേ ജിത്തു ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ ഇത്രയും പ്രോപ്പർ ഒരു സ്ക്രിപ്റ്റ് ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. കാര്യം അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഈ ക്യാരക്ടറിൻ്റെ മൂഡ് എന്താണ്, അത്രയും ഡീറ്റെയിൽ ആയിരുന്നു ആ സ്ക്രിപ്റ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ജിത്തുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ 5 മണിക്കൂറും ഈ 2 മണിക്കൂറും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ജിത്തു സംസാരിക്കുമ്പോഴത്തേക്ക് ജിത്തു എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി, ഇതാണ് പരിപാടി, ഇത്രയും മതി, ബാക്കി നമുക്ക് സെറ്റ് വന്ന് പൊളിക്കാം എന്നുള്ളൊരു മൂടാണ്. അല്ല, ഞാനും ഈ സിനിമ ഒരു ആഘോഷമായിട്ടാണ് എടുത്തത്. കാര്യം എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കിടില ഒരു സ്ക്രിപ്റ്റ് ഇത് അവൻ എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയുന്നു. അതിൽ കൂടുതൽ അപ്പോൾ അത് പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഹൈ ഇല്ലായിരുന്നു. പിന്നെ സെറ്റിൽ പോയി പൊളിക്കുക എന്നുള്ളത് എൻ്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേ എത്തുമ്പോൾ തന്നെ ഞാൻ കിടിലം കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ അസോസിയേറ്റ് എന്തുണ്ടെങ്കിലും എനിക്ക് ജിത്തുവിനെ കണ്ടില്ലെങ്കിൽ അസോസിയേറ്റിനെ നോക്കുമ്പോഴത്തേക്കും മെൽവിനെ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. മെൽവിൻ കയറിപ്പോയാ കുറയ്ക്കണം, ഇതൊക്കെ മെൽവിന് കറക്റ്റ് നമുക്ക് ഭയങ്കര കണക്റ്റായി എല്ലാവരും. ഒരു ഫ്രണ്ട്സ് സർക്കിൾ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെ നിർത്തണം, എന്ത് വേണം എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള